വമ്പൻ ഓഫർ. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിലെത്തിയതിൻ്റെ ഒരു ഇനാഗുറേഷനൊക്കെ ആയിട്ട് അതിനെ സംബന്ധിച്ചുള്ള ഒരു സമ്മേളനം നടത്തുന്നതിന് വേണ്ടി വന്നതാണ് തിരുവനന്തപുരത്ത്. എന്നാലും അദ്ദേഹം വളരെ നല്ല ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മെസ്സേജ്, അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ കേരളത്തിനെ മുട്ടുകുറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാരുടെ എല്ലാം കള്ളന്മാരാണ്. ശബരിമല കൊള്ളയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ശബരിമല സ്വർണം മുഴുവൻ അതിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ അപഹരിച്ചുകൊണ്ട് പോയി. അതിൽ പിന്നെ കണ്ട്രീമാർ ആണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളുമൊക്കെ നടത്തുന്നത്. കണ്ട്രീമാരാണ്. പക്ഷേ അവരുടെ കാര്യത്തെപ്പറ്റി പറയുന്നില്ല. ED അവിടെ നിന്ന് വിട്ടു. ED വന്ന് ഇവിടുത്തെ മറ്റുള്ള എല്ലാ കള്ളന്മാരുടെയും വീടുകളിൽ അരിച്ചു പെറുക്കി എന്തൊക്കെയോ കിട്ടി, ചിലടത്തു നിന്നൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നു. പക്ഷേ കണ്ട്രീയുടെ അടുത്തോട്ട് പോയില്ല. അയാൾ ദൈവത്തിൻ്റെ ആളാണ്. അയാൾ കട്ടാലും അയാൾക്ക് കക്കാനുള്ള അർഹതയുണ്ടെന്നാണ് ബെറ്റർ. ഇനി എന്തായാലും ഇവർ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ എല്ലാ കള്ളന്മാരെയും ജയിലിലാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു കള്ളൻ ഇരുന്നിട്ട് കള്ളന്മാരെയെല്ലാം ജയിലിലാക്കുമെന്ന് പറയുന്നത് അതൊരു വിരോധാഭാസമാണ്. ഈ ഗുജറാത്ത് പോലെയും UP പോലെയൊക്കെ ആക്കി തരാൻ കേരളം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ അടുത്തിടെ അവിടെ ഒരു 62 ഗ്രാമങ്ങൾക്ക് വേണ്ടി ഒരു കുടിവെള്ള സംഭരണി ഉണ്ടാക്കി. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയെന്ന് കേൾക്കുന്നു. അതിന് 21 കോടി രൂപ ചിലവാക്കിയെന്നാണ്. പക്ഷേ അങ്ങനെയൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ അതായാലും ഗുജറാത്തിൽ നിന്ന് 1-2 വമ്പന്മാരെയൊക്കെ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അതായത് അദാനി അംബാനിയൊക്കെ അവിടെ നിന്നാണല്ലോ സൃഷ്ടിക്കുന്നത്. അങ്ങനെ കേരളത്തിലൊക്കെ വന്ന് അവിടുത്തെ ഇങ്ങനെയുള്ളവരെയൊക്കെ സൃഷ്ടിക്കാനായിരിക്കും. പിന്നെ മാത്രമല്ല ഇവിടെ വന്ന് ഇവർ കേരളത്തിലെ കുറേ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ്. കാര്യം ഇവിടെയുള്ള ഇത്ര മണ്ടന്മാരൊന്നുമല്ല. ഇവർ പറയുന്നത് മുഴുവൻ കേട്ട് അംഗീകരിച്ചു പോയിരുന്നവരാണെന്ന് തോന്നുന്നില്ല. ഇവിടെ ഒരുവിധം സമാധാനവും സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. നമുക്ക് ഒരുവിധം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് വൃത്തികേടുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കുറേ സമാധാനമൊക്കെ ഉണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. മറ്റുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ജീവിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഇപ്പം നമ്മൾ ഈ കേരളത്തിന് കിട്ടേണ്ട അർഹതയൊന്നും തരുന്നില്ലെന്നാണ് കേട്ടത്. ഒത്തിരി പണം ഇപ്പം 5000 കോടി രൂപ അടുത്ത് തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ കേരളത്തിന് കിട്ടേണ്ട അർഹത പോലും തരാതെ ഇവരുടെ ഭരണം ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കൊക്കെ വേണ്ട വിധത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഈ പ്രാവശ്യം വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ വളരെ പ്രതീക്ഷിച്ചു. കുറച്ച് ട്രെയിനൊക്കെ തന്നു. വന്ദേഭാരതമൊക്കെ 1-2 തന്നെന്നാണ് കേട്ടത്. ബാക്കിയൊന്നും അറിയത്തില്ല. ഇവിടെ എയിംസൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മുടെ നടൻ പിന്നെ സുരേഷ് ഗോപി സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടെങ്കിൽ എയിംസൊക്കെ വരും. ഇപ്പം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ എന്തായാലും ഈ മുണ്ടക്കൈ ചൂരൽമലയിലൊക്കെ വലിയ ഉരുൾപൊട്ടലും 2-3 ഗ്രാമങ്ങളൊക്കെ ഒലിച്ചു പോയി. 100-500 പേര് മരിക്കുകയൊക്കെ ഇടയായി. ഇവർക്കൊക്കെ പുനരധിവാസത്തിന് വേണ്ടി ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുമൊക്കെ ആയിട്ട് ആ ഗ്രാമം ഇതിനൊന്ന് പുനർസൃഷ്ടിക്കാൻ വേണ്ടി പല സഹായങ്ങളും പല സംസ്ഥാനങ്ങളും തന്നി. പക്ഷേ കേന്ദ്രം ഒരു 10 പൈസ തന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വന്ന് കുങ്ങാര് പ്ലെയിനിലൊക്കെ ഇരുന്ന് ഈ താഴത്തെ കാഴ്ചയൊക്കെ കണ്ടേച്ച് മടങ്ങി. ഇവിടെ നിന്ന് കണ്ടിട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേനും മറന്നു പോയെന്നാണ് തോന്നുന്നത്. നമ്മുടെ നാട് 18-19 പ്രളയ ദുരിതത്തിലായിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ടു. കേരളത്തിൻ്റെ 3-1 ഭാഗം വെള്ളത്തിലായി. കണ്ടമാനം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. സാമ്പത്തികമായിട്ട് ഭയങ്കര തകർന്നു. കേന്ദ്രം സഹായിക്കേണ്ടത് കേന്ദ്രം തന്നില്ലെന്ന് മാത്രമല്ല, ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ അവരെ വിലക്കുകയും കൂടെ ചെയ്യും. കുറച്ച് അരി തന്നിരുന്നു. ആ അരിയുടെ പലിശ സഹിതം അങ്ങാരി തിരിച്ചു വാങ്ങിച്ചു. കേരളത്തിലെ ഒരു വികസന പ്രവർത്തനവും ഇവർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം അധികാരം കിട്ടിയില്ലെങ്കിൽ അവിടെ അവർക്ക് വലിയ താല്പര്യമില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നിപ്പം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ സുനിത വില്യംസ് ബഹിരാകാശത്തായിട്ട് 2 വർഷത്തോളം കുടുങ്ങിക്കിടന്ന് താമസിക്കുകയും ഗവേഷണം നടത്തുകയൊക്കെ ചെയ്ത ആ ഒരു മകൻ വ്യക്തിയാണ്. അവർ പറഞ്ഞ് ഈ ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളും, അതായത് പ്രകൃതിയുടെ വായു, വെള്ളം, മറ്റ് വിഭവങ്ങൾ, പ്രകൃതിയിലുണ്ടാകുന്ന വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് അവകാശപ്പെട്ടതാണ്. ഇവിടെ വേർതിരിവിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് താഴോട്ട് നോക്കിയപ്പോൾ ഒരു ഒറ്റ ഗോളമായിട്ട് തോന്നിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം. നമുക്കൊന്നും അടിയുണ്ടാക്കേണ്ട യാതൊരു പ്രശ്നമില്ല. ഏത് ജാതി ഏത് മതം എന്നൊന്നും തിരക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഒന്നുപോലെ, ഒരു വ്യത്യാസവും ഇല്ല. ആരെങ്കിലും വലുതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെറും ധാരണയാണ്.
എല്ലാവർക്കും ഒരു നല്ല കാലം വരട്ടെ, നല്ലതുപോലെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ.